ഹായ് ഫ്രണ്ട്സ്, ഉമ്മുസ് റജു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി വീഡിയോ ആണ്, കണ്ടു നോക്കിട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രസ്സൊക്കെ കണ്ടല്ലോ, കിഡ്സിൻ്റെ ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ഒക്കെ. അത് മഞ്ചേരിയുള്ളൊരു ടീമിന് കൊണ്ടുപോയി കൊടുത്തു. അവർക്കത് ഭയങ്കര ഇഷ്ടമായി, കണ്ടതാണല്ലോ. അപ്പോൾ പിറ്റത്തെ ദിവസം തന്നെ അവരൊരു ഹെവി മോഡൽ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നതായിരുന്നു കേട്ടോ. അതെടുത്തു വീട്ടിൽ കൊണ്ടുവന്നു. ഇതാണ് കേട്ടോ സംഭവങ്ങൾ. ബസ്സിന് കൊടുത്തു വിടുക ചെയ്തത്. കാരണം പിറ്റത്തെ ദിവസം തന്നെ, അത് വെള്ളിയാഴ്ച വൈകുന്നേരമോ വെള്ളിയാഴ്ച രാവിലെ കൊടുത്തു വിട്ടത്. ശനിയാഴ്ച കൊണ്ട് ഞാനിത് ഇതാക്കി വൈകുന്നേരം ശനിയാഴ്ച കൊടുക്കുകയും വേണം. അങ്ങനെ ആയിരുന്നു കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ സംഭവമില്ലേ, ക്യാൻ ഇത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെയെല്ലാം ഹെവി ഡ്രസ്സ് ചെയ്യുന്നത് കേട്ടോ. ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് വീതിയുള്ളത് വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട്, അതും ക്രോസ് കട്ടിങ് ആയിരുന്നു ഫ്രോക്ക്. അത് കാരണം നല്ല രസമുണ്ട് ചെയ്തിട്ട്. ഞാൻ പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഡിസൈൻ ചെയ്തതിൽ എനിക്ക് എൻ്റെ മെമ്മറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഓർഗൻസി, ആ ഗ്ലേസിങ് ഉള്ള ഓഫ് വൈറ്റ് ഓർഗൻസിയാണ് ഞാൻ എടുത്തത്. പിന്നെ ബോഡി പാർട്ടിന് നല്ല പാർട്ടി വെയർ 2000 എബവ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ബോഡി പാർട്ടിന് കൊടുത്തത്. ഒരു കുറച്ച് റിച്ച് ടീമാണ്, അതുകൊണ്ട് അപ്പം അങ്ങനെ അവർ നല്ല അടിപൊളി മെറ്റീരിയൽ, അതായത് കുറച്ച് എന്താ പറയുക, ഒരു കല്യാണത്തിനല്ലേ, അപ്പോൾ അതിന് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ഫ്രോക്ക് തന്നെ വേണമെന്ന് അവർക്ക് പിന്നീട് തോന്നിയത്. കാരണം 5 ഡ്രസ്സ് ഡിസൈൻ ചെയ്തതിന് ശേഷം വീണ്ടും എക്സ്ട്രാ ഒന്നും കൂടി എടുത്ത് തരിക കേട്ടോ ചെയ്തത്. മെറ്റീരിയൽ എടുത്ത് ബസ്സിന് കൊടുത്ത് വിട്ട് ഞാനത് വാങ്ങി. എനിക്ക് അവിടെ പോയി വാങ്ങി കൊണ്ടുവന്ന് ഡിസൈൻ ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ബോഡി പാർട്ട് കേട്ടോ. ഇത് ഒന്ന് വൈറ്റും ബോഡി പാർട്ട് ഓഫ് വൈറ്റാണ് കൊടുത്തത്. ക്രീം തന്നെ, ഓഫ് വൈറ്റ് അല്ല, ഒന്ന് പീച്ച് കളറുമാണ് കേട്ടോ ബോഡി പാർട്ടിന്. കയ്യിനൊക്കെ നല്ല പഫ് കൊടുത്തിട്ടുണ്ട്, ഫുൾ സ്ലീവാണ്, പിന്നെ ബോ കൊടുത്തിട്ടുണ്ട്. അതുമാതിരി ബോഡി പാർട്ട് നല്ല ഹെവി ആയിരുന്നു. 2 ദിവസം ഞങ്ങൾ പെടാപാട് പെട്ടിട്ടോ അതിലെ ബീഡ്സും ഇതൊക്കെ എടുത്ത് സ്റ്റിച്ചാക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു അടിപൊളി ബോ കൊടുത്തു. പിന്നെ സിബ് കുറച്ചും കൂടി ലെങ്തി ആയിട്ടാണ് കേട്ടോ ഞാൻ ബാക്കിൽ കൊടുത്തത്. കാരണം കുഞ്ഞു മക്കളല്ലേ, അവർക്ക് ഇടാനൊന്നും ഒരു ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു കൊടുത്തത്. ഇതാണ് കേട്ടോ അടുത്ത പീച്ച് കളറ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും കൊടുത്തത് ഓഫ് വൈറ്റ് സാറ്റിൻ തന്നെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കിട്ടി കേട്ടോ. മറ്റതിനോട് മാച്ചായിട്ടുള്ളൊരു ഷെയ്ഡ് കിട്ടി. ജ്യേഷ്ഠത്തി അനിയത്തിയായ അവരെ 2 പിള്ളേർക്കും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. 5 വയസ്സെങ്ങാനും കാണും കുട്ടികൾക്ക്, അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയാണ്, ഡയറക്റ്റ് കാണണം, എന്താ ഇതിൻ്റെ ഒരു ഭംഗീന. പിന്നെ ഞാൻ ബോ ചെയ്തതാണ് കേട്ടോ. ഇത് കണ്ട് നോക്കി എന്നിട്ട് ഇതേമാതിരി സാധാരണ ബോ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് അതിൽ ഈ ഇതിൻ്റെ ബോഡി പാർട്ടിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ആ സ്റ്റോണുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടി അതിൽ മാച്ചായി നല്ല അടിപൊളി ഹെവിയായി തോന്നാൻ വേണ്ടിയിട്ട്. നോർമൽ ആകുമ്പോൾ ഡ്രസ്സ് ഹെവി അല്ലേ, അപ്പോൾ അതിന് മാച്ചായി അതേ ഒരു കാഷ്വൽ ലുക്ക്, പാർട്ടി വെയർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തിരക്കിനിടയിലും ആകെ ഒരു ദിവസം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതിൽ തന്നെ റമീസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ബീഡ്സ് എല്ലാം പറിച്ചെടുക്കാനും ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. അല്ലെങ്കിൽ എല്ലാം കൊണ്ടും റമീസിനെ നല്ലോണം ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ. ഞാൻ സ്റ്റിച്ചിങ്ങും വർക്കൊക്കെ ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളും. കുറച്ച് ബഹളം വെച്ചാലും അടിപൊളിയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അടുത്തത് ഞാനപ്പോൾ ഇതിന് താമരശ്ശേരിക്ക് വന്നു. താമരശ്ശേരി ഒരു കസ്റ്റമർ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ബ്രൈഡ്സാണ്, ബ്രൈഡിൻ്റെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ബസ്സിലാണ് കേട്ടോ ഇവിടുന്ന് തിരുവാലിയിലേക്ക് ബസ്സിലാണ് പോയത്. അങ്ങനെ തിരുവാലിയിൽ നിന്ന് വണ്ടൂരേക്ക് ബസ്സിൽ പോകുന്നു. ആരെങ്ങാട്ടപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവണ്ണെത്തി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇതൊക്കെയാണ് കേട്ടോ അവരുടെ ഡ്രസ്സുകൾ. ഒന്ന് പർപ്പിളായിരുന്നു, ഡാർക്ക് പർപ്പിൾ, ഒന്ന് പിങ്കായിരുന്നു, അതേപോലെ നല്ല പിങ്കായിരുന്നു, പിന്നെ ബ്ലാക്ക് ബ്ലൗസ് ഉണ്ടായിരുന്നു. ഒക്കെ കസവ് കേന്ദ്രം നിന്ന് പർച്ചേസ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അത് പർപ്പിളെല്ലാം നല്ലോണം ഡിസൈനിങ്ങിൽ മാറ്റം വരുത്താനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റം വരുത്തി. നമ്മൾ അന്ന് നാജിയ മോൾക്ക് ചെയ്തില്ല, അതേമാതിരി ഇല്ലേ ഈ ബീഡ്സ് എല്ലാം തൂങ്ങി നിൽക്കുന്ന നല്ല രസമല്ലേ. പിന്നെ അതിൽ റെഡിമെയ്ഡ് ആയത് കാരണം, സെമി സ്റ്റിച്ച് ആയത് കാരണം അതിൽ ചെണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്ക് വശമാണ് നമ്മൾ കൂടുതലും അത് റെഡിയാക്കി കൊടുത്തത്. അതിൻ്റെ ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഡ്രസ്സ് കാണാൻ. അതേപോലെ ഇവർ പിന്നെ നമ്മുടെ വണ്ടൂർ നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ അത് എടുത്തിട്ട് പോയത്. എന്താ പറയുക,
കസ്റ്റമർ ജിത്തു, അവന് ഭയങ്കര സന്തോഷമായി. 3-4 വർഷം മുന്നേയുള്ള പരിചയമാണ്. ആ പരിചയത്തിന് പുറത്ത് നമ്മളെ വിശ്വസിച്ച് അത്രയും ഹെവി ഡ്രസ്സ് നമ്മളെ കയ്യിൽ തന്ന് അവർക്കത് പക്ക കറക്റ്റായിരുന്നു. അതിൽ നല്ല ഹഗ് ചെയ്ത് ഇഷ്ടപ്പെട്ട് സന്തോഷിപ്പിച്ച് രണ്ടുപേരും നല്ല ഹാപ്പി കസ്റ്റമറായിരുന്നു. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതും വീട്ടിൽ വന്ന് തന്നെ അവരെടുത്ത് കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് എഫേർട്ട് കുറഞ്ഞു. എന്നൊരു ബിഗ് താങ്ക്സ് കേട്ടോ വീഡിയോ കാണുകയാണെങ്കിൽ. പിന്നെ ഞാൻ വെറുതെ കുറച്ച് റീൽസിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ, തമാശ കളിച്ചതാണ്. പിന്നെ അടിപൊളി ഒരു ബ്ലാക്ക് ബ്ലൗസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ബ്ലൗസും കത്തോരി കട്ടിങ്ങൊക്കെയാണ്, പ്രിൻസസ് കട്ടിങ്ങൊക്കെയാണ്. പ്രിൻസസ് കട്ടിങ് ബ്ലൗസിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻഷാല്ലാ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പിങ്ക് കളർ ഫുൾ സ്ലീവ് ആയിരുന്നു. ഇതിനും എന്താ പറയുക ബീഡ്സും ഇതൊക്കെ ആയിട്ട് ഹാങ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ. നല്ല അടിപൊളി കളറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് ഇത്, 2 കളറും. ഇത് പിന്നെ ഇൻസ്റ്റാ പേജിൽ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റീൽസ് എടുക്കുകയാണ് കേട്ടോ. നല്ല സ്ലോ മോഷനിലൊക്കെ എടുക്കുകയാണ് ടെറസിൻ്റെ മുകളിൽ പോയിട്ട്. എന്താ പറയുക, ഇത് ഈ ഒരു ഫ്രോക്ക് അടിച്ചിട്ട് ഒരു ദിവസം 24 hours വരെ നമ്മൾ എയറിൽ നിൽക്കാറില്ല, ആ ഒരു അവസ്ഥയാണ് കേട്ടോ 2 ഫ്രോക്കും അടിച്ചപ്പം. കാരണം ഡയറക്റ്റ് കാണാൻ അത്രയ്ക്ക് ഭംഗി, വീഡിയോയിലോ ഫോട്ടോസിലോ നമുക്ക് ആ ഭംഗി കിട്ടുന്നില്ല. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട. സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവർ പാർട്ടിയുടെ അന്ന്, അതായത് വെഡ്ഡിങ്ങിൻ്റെ അന്ന് കുട്ടികൾ വേറെ ഇത് നിൽക്കുന്ന ഫോട്ടോ അയച്ചു കേട്ടോ. എല്ലാം കൊണ്ടും ഒരു ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പി ആയിരുന്നു. എന്താ പറയുക, ഈ വർക്ക് നമുക്ക് തന്നതിന് അഫ്സത്തിനും തസ്നീക്കും ബിഗ് താങ്ക്സ്. ഓക്കെ, ബൈ ബൈ, സി യു.